സംസ്ഥാനത്തെമ്പാടും പ്രചരണത്തിന്റെ ആവേശക്കാഴ്ചകൾ അതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. മുന്നണി പ്രവർത്തകർ അവരുടെ ആവേശം വാനോളം ഉയരുകയാണ്. ഇനി മിനിറ്റുകൾ മാത്രമാണ് പരസ്യപ്രചാരണം അവസാനിക്കാൻ ബാക്കിയുള്ളത്. 20 മണ്ഡലങ്ങളിലും ആവേശത്തിന്റെ കൊടുമുടി കയറുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് നിന്ന് റിയാസ് KMR ചേരുന്നു. റിയാസ്, കോഴിക്കോടിന്റെ മണ്ഡല മനസ്സിൽ ആരായിരിക്കും വിജയത്തിന്റെ മധുരം നുണിക എന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ അതിലേക്കുള്ള ചേരുവകൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ 1.5 മാസത്തോളം മുന്നണികൾ. അതിന്റെ ഒരു പരിസമാപ്തിയിൽ എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്? അത്യധികം ആവേശത്തിലേക്ക് കുട്ടിക്കലാശം പൊട്ടിക്കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എൻ്റെ തൊട്ടുപിറകെ ഇവിടെ NDAയുടെ പ്രവർത്തകർ അവരുടെ പരമാവധി അവരുടെ മ്യൂസിക് ബാൻഡും ഒക്കെ ആയിക്കൊണ്ട് ഇവിടെ അവരുടെ കൊടികൾ ഉയർത്തിക്കൊണ്ട് MT രമേശിൻ്റെ ചെറു പ്ലക്കാർഡുകൾ കട്ടൗട്ടുകൾ ഏന്തിക്കൊണ്ട് NDAയുടെ പ്രവർത്തകർ ആവേശത്തിലേക്ക് പോകുന്ന നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ നേരെ എതിർവശത്ത് ഇവിടെ LDFന്റെ പ്രവർത്തകരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. LDFന്റെ പ്രവർത്തകർ ഇതാ എന്റെ തൊട്ടുപിറകെ LDFന്റെ പ്രവർത്തകർ അവരും അത്യാവേശത്തിലാണ്. എളമരം കരീമിന്റെ ചെറു കട്ടൗട്ടുകളേന്തി CPMന്റെയും CPIയുടെയും INLന്റെയും കൊടികളേന്തിക്കൊണ്ട് ഒപ്പം തന്നെ RKDയും കൊടികളേന്തിക്കൊണ്ട് ഇടതു മുന്നണിയുടെ കുടികളെ എത്തിക്കൊണ്ട് അവരെല്ലാം തന്നെ നൃത്തച്ചുവടുകൾ വെക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ UDFന്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും CMBയുടെയും പതാകയേന്തി ഒപ്പം തന്നെ JSSന്റെയും എല്ലാം പതാകയേന്തിക്കൊണ്ട് മറുവശത്ത് ആവേശഭരിതമായി നിൽക്കുന്നു. ഇതിനെല്ലാം തന്നെ സുരക്ഷ ഒപ്പം ഒരുക്കിക്കൊണ്ട് കേന്ദ്രസേനയുണ്ട്, പോലീസുണ്ട്. DCP അനൂജ് പലിവാളിന്റെ നേതൃത്വത്തിൽ പോലീസ് പോലീസ് ഇവിടെ സുരക്ഷ ഒരുക്കുന്നു. പ്രവർത്തകരെല്ലാം തന്നെ ആവേശപൂർവ്വം നൃത്തച്ചുവടുകൾ വെക്കുന്ന ഒരു കാഴ്ച. അതായത് ഒരുപക്ഷെ കോഴിക്കോട് ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കേട്ട ഒരു പഴി വളരെ പതിഞ്ഞ ഒരു പ്രചരണ രീതിയായിരുന്നു എന്നുള്ളതാണ്. അതെല്ലാം കവച്ചു വെക്കുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് കാണാം. ഈ സായാഹ്നത്തിൽ ഇപ്പോഴും ഇവിടെ സൂര്യന്റെ ചൂട് സൂര്യ വെളിച്ചം അത്രയധികം കത്തിജ്വലിക്കുന്ന ഈ സമയത്തും പ്രവർത്തകരെ സംബന്ധിച്ച് ആ ചൂടിനേക്കാൾ ആവേശമുള്ളത് തെരഞ്ഞെടുപ്പ് ചൂടിനാണ് എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ആവേശം ഒരൽപ്പം കണ്ട് മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. ഇതാ ഇവർ ആവേശത്തിലാണ്. മാത്രമേ ചോദിച്ചാൽ എങ്ങനെയുണ്ടാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ആരായിരിക്കും? UDF പ്രവർത്തകരുടെ ഒരു അഭിപ്രായമാണ് ഉള്ളത്. എങ്ങനെയുണ്ട് പ്രതീക്ഷ? പ്രതീക്ഷ എങ്ങനെയാണ്? വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമോ ഇത്തവണ? സിറ്റിംഗ് MP ആണ് MK രാഘവൻ. വലിയ ഭൂരിപക്ഷം ഉണ്ടോ? വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നുള്ളത് ഈ ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എളമരം കരീമിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എതിരെയുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ലല്ലോ. തീർച്ചയായും UDF പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. ഇവിടെ നൃത്തച്ചുവടുകൾ വെക്കുന്ന കാണാം. ഇവിടെ ഇവർ വിവിധങ്ങളായ കട്ടൗട്ടുകൾ, ബാനറുകൾ, പ്ലക്കാർഡുകൾ, കൊടികളെല്ലാം തന്നെ ഏന്തിക്കൊണ്ട് നമുക്കൊന്ന് LDF ക്യാമ്പിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും ഇതേ ആവേശം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ലിബീഷ്. കാരണം അത്യധികം ആവേശം. ഇനിയിപ്പോൾ LDF പ്രവർത്തകരുടെ ഒരു അഭിപ്രായം നമുക്ക് എന്തായാലും തേടേണ്ടതുണ്ട്. കാരണം ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവരും ചൂടുകൾ വെക്കുന്നു എന്നുള്ളതാണ്. അവരോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും LDF പ്രവർത്തകരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഇത്തവണ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്? കോഴിക്കോട് എങ്ങനെയായിരിക്കും പ്രതീക്ഷ? കോഴിക്കോട് തീർച്ചയായും എളമരം കരീം നല്ല ചില ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ്. ഒരു സംശയമില്ല. അതിന് ആവേശത്തിൽ നമ്മളെ ഇത് ജയിച്ചു കഴിഞ്ഞാൽ മുമ്പേ ഒരു ആവേശമാണത്. തീർച്ചയായിട്ടും ഇത് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് പിടിച്ചെടുക്കുന്നതാണ് പറയുന്നത്. ഒരിക്കലും UDFന്റെ സിറ്റിംഗ് സീറ്റ് അല്ല. അത് ഇവിടെയുള്ള ചെറിയ രാഷ്ട്രീയത്തിന്റെ ഭാഗത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. തീർച്ചയായും ഇപ്രാവശ്യം മാറ്റം ഉണ്ടാവും. മാറിൻ്റെയും എന്തായാലും ഇത്തവണ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് LDF പ്രവർത്തകർ പറയുന്നത്. എങ്ങനെയായിരിക്കും എളമരം കരീം? എത്ര വോട്ട് പ്രതീക്ഷിക്കുന്നു എളമരം കരീമിന്? 1,00,000 വോട്ടിന് ജയിക്കും. 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എളമരം കരീം വിജയിക്കുമെന്നാണ് LDF പ്രവർത്തകർ അവകാശപ്പെടുന്നത്. അല്പം മുൻപ്
UDF പ്രവർത്തകരുടെ ഒരു അഭിപ്രായമാണ് കേട്ടത്. നമുക്കിനിയിപ്പോൾ BJP ക്യാമ്പ് NDA ക്യാമ്പിലേക്കും കൂടി അഭിപ്രായം തേടി പോകേണ്ടതുണ്ട്. ഒപ്പം ഇവിടെ സുരക്ഷയൊരുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. DCP അനൂജ് പലിവാളിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇതിന്റെയൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ. നേരത്തെ തന്നെ പോലീസ് ഇതിനായി പ്രത്യേകം വടം കെട്ടി ബാരിക്കേഡുകൾ തീർത്ത് 3 തലങ്ങളായി വേർതിരിച്ചുകൊണ്ടാണ് കണ്ടത്. എന്തായാലും BJP ക്യാമ്പ് NDA ക്യാമ്പിനോട് പ്രതീക്ഷകൾ ചോദിക്കാം. ഇത്തവണ കോഴിക്കോട് NDAയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? കോഴിക്കോട് NDAയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? കോഴിക്കോട് ചരിത്ര വിജയം നേടുമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. അട്ടിമറി ഉണ്ടാവോ? അട്ടിമറി ഉണ്ടാവോ? അട്ടിമറിക്ക് വളരെ സാധ്യത കൂടുതലാണ്, ഒരു സംശയം വേണ്ട. എന്തായാലും MT രമേശ് ഒരുപാട് വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് വോട്ടുകൾ MT രമേശ് പിടിച്ചിരിക്കുന്നു. എന്തായാലും MT രമേശ് ഇത്തവണ ഒരുപാട് വോട്ടുകൾ പിടിക്കും, അട്ടിമറിക്ക് വരെ സാധ്യതയുണ്ട് എന്നാണ് NDA ക്യാമ്പും പറയുന്നത്. എന്തായാലും ഈ ഒരു ആവേശം ഇങ്ങനെ കൊടുമുടി കയറുകയാണ്. ഇവിടെ നമുക്ക് കാണാം താമരചിഹ്നം ആലേഖനം ചെയ്ത ബലൂണുകൾ BJP പ്രവർത്തകർ പതിയെ എയർപോർട്ട് വാനത്തിലേക്ക് ഉയർത്തുകയാണ്. അതിൻ്റെ മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് UDFന്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ വലിയ പതാക, ഒപ്പം കോൺഗ്രസിന്റെ വലിയ പതാക വീശിക്കൊണ്ട് അത്യധികം ആവേശത്തിൽ അവരും പാട്ടിനൊത്ത് താളച്ചുവടുകൾ വെച്ച് നൃത്തമാടുന്ന ഒരു കാഴ്ച. നേരെ ഇപ്പുറത്തിതാ ഗംഭീരം വിട്ടുകൊടുക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് LDFന്റെ പ്രവർത്തകരും ആ ആവേശത്തോടുകൂടി നൃത്തച്ചുവടുകൾ ചവിട്ടുകയാണ്. കൊട്ടിക്കലാശത്തിന് ഇനി കേവലം 1 മണിക്കൂർ മാത്രമാണ് ബാക്കി. ഈ അവസാന മണിക്കൂറിൽ ആവേശം അതിന്റെ കൊടുമുടി കയറുന്ന ഒരു കാഴ്ചയാണ് ലിബീഷ് നമുക്ക് കോഴിക്കോട് നിന്നും പാളയത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. ഭാഗങ്ങളിലായി LDF UDF NDA പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായിരുന്ന ഒരു മന്ദത എന്തായാലും ഈ കൊട്ടിക്കലാശത്തിനില്ല. പ്രവർത്തകരെല്ലാം തന്നെ ആവേശത്തിലാണ് ഉള്ളത്. വിവിധ